ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, ഇന്നർ റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ ആഖ്യാനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആഖ്യാനം എന്ന് പറയുന്നത്, അതിൻ്റെ മൂലം എന്ന് പറയുന്നത്, മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ ഇസ്ലാമിക പണ്ഡിത സമൂഹം, വൈജ്ഞാനിക സമൂഹം, വിദ്വൽ സമൂഹം പൈശാചികമെന്ന മുദ്രകുത്തി പടിയടച്ച് പിണ്ടം വെച്ച അഗണ്യകോടിയിലേക്ക് തള്ളിയ വാദമാണ്. ആ വാദമാണ് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ഇപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ലനത്തുല്ലാഹി അലൈഹി സ്വപ്നത്തിൽ വരാം എന്ന് ഇവർ വമ്പ് പറയുന്നത്, പിശാചിന് വക്കാലത്ത് പിടിക്കുന്നത്. നഅൂദുബില്ല. പക്ഷെ ഇവരറിയുന്നില്ല, ഇങ്ങനൊരു വാദം ഈ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മുന്നിൽ, കേരളീയ മുസ്ലിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരറിയുന്നില്ല ലോകത്തൊരാളും അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല എന്ന വിചിത്രമായ വാദമാണ് ഇവർ ഉയർത്തുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ വെറുതെ പറയല്ല, ഒരു വലിയ വിഭാഗം മുസ്ലിയാക്കന്മാർ, അല്ലെങ്കിൽ മൗലവിമാരായ മുസ്ലിയാക്കന്മാർ ഈ പഴയ വീഞ്ഞുമായി നടക്കുകയാണ്. ഇന്നലെ എന്നോടൊരാൾ സംസാരിച്ചു. അയാൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ അറിയപ്പെട്ട ആളെന്നുള്ളൊരു സക്കാഫിയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. എൻ്റെ PM പറഞ്ഞതാണ്. ഇതില് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, പിന്നെ പിശാചിൽ നിന്നും അള്ളാഹു തആല ഒരു ഇസ്മത്ത് മുത്തുനബി കൊടുത്തിട്ടുണ്ട്. ആ ഇസ്മത്ത് അത് മുത്തുനബിയുടെ സൂറത്തിനാണ്. ആ സൂറത്ത് മുത്തുനബിയുടെ എല്ലാ സിഫത്തുകൾ കൊണ്ടും ആവാം, അല്ലെങ്കിൽ ബാബു സിഫാത്ത് കൊണ്ടും ആവാം. മറ്റു സൂറത്തുകൾക്ക് ആ ഇസ്മത്ത് ഇല്ല. മുത്തുനബിയുടെ സൂറത്ത് ആ സൂറത്തായിട്ട് രൂപമാറ്റം സംഭവിക്കാനും പിശാചിന് കഴിയില്ല. ആ സൂറത്തിനെ ഉറങ്ങുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്മത്ത് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്നത് നമുക്കറിയാം. ഞാൻ നിഷാദിനെ കണ്ടു, എനിക്ക് ഉറപ്പാണ് കണ്ട നിഷാദ് തന്നെയാണ്. അപ്പം നിഷാദ് പറഞ്ഞാൽ റസൂലുള്ളാഹ്. അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ അത് പിശാചാവാൻ സാധ്യതയുണ്ട്. പിശാചാവണം എന്നല്ല, പിശാചാവാൻ സാധ്യതയുമുണ്ട്. ശരിയ, മുത്തുനബി ഏത് രൂപവും സ്വീകരിക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. പക്ഷെ മറ്റു സൂറത്തുകളിൽ മറ്റു സൂറത്ത് കാണുന്ന ആൾക്ക്, ഉറക്കത്തിൽ കാണുന്ന ആൾക്കാരെ ബോധ്യപ്പെടും എന്തല്ല മുത്തുനബിന്റെ സൂറത്തല്ല, മിസാൽ അല്ല എന്ന് ബോധ്യപ്പെടും. അതോടൊപ്പം അല്ല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിശാചാവാനുള്ള സാധ്യത ഉണ്ട്. പിശാചാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ചോട്ട മൗലവിയായ മുസ്ലിയാരുടെ നിലപാടാണ്. എന്നാൽ ഇതേ വാദം പങ്കുവെക്കുന്ന, ഈ വിദണ്ഡവാദം പങ്കുവെക്കുന്ന ഒരു വലിയ വിഭാഗം മൗലവിമാരായ മുസ്ലിയാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്താണ് സഹീഹായിട്ടുള്ള, ഹക്കായിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ നോക്കൂ. ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ വസ്തുതാപരമായി വിഷയത്തെ സമീപിക്കുന്നവർക്ക്, തുറന്ന മനസ്സോടുകൂടി ഈ വിഷയത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ സത്യം വാർന്നു വീഴുക തന്നെ ചെയ്യും. അതേസമയം മനസ്സിൽ പകയും കുന്നായ്മയും അതുപോലെ തന്നെ ഈഗോയും ഒക്കെ വെച്ച് പുലർത്തി നടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ സത്യം മനസ്സിലായാൽ കൂടി അത് ഉൾക്കൊള്ളാനോ അത് പറയാനോ അള്ളാഹു തൗഫീക്ക് കൊടുത്തുകൊള്ളണമെന്നില്ല. സത്യം ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും അത് വിളിച്ചു പറയാനുള്ള നാവ് അല്ലെങ്കിൽ മനസ്സ് അള്ളാഹു അവർക്ക് കൊടുത്തുകൊള്ളണമെന്നില്ല. നിങ്ങൾ നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തു റസൂലുള്ളാഹിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, മനാമിൽ കണ്ടാൽ, അത് മുത്തു റസൂലുള്ളാഹിനെ തന്നെയാണ് കണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, നവീമാമ് ഖാദിയാദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഒരാൾ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു, മുത്തുനബിയെ തന്നെയാണ് കണ്ടത്. മുത്തുനബിയുടെ സിഫത്തോടു കൂടിയാണ് കണ്ടതെങ്കിൽ മുത്തുനബിയെ തന്നെയാണ് കണ്ടത്. ഇനി വമൻ റആഹു അലാ ഗൈരി സൂറത്തിഹി കാനത്തു റുഇയാ തഅവീലൻ. ഇനി ഒരാൾ മുത്തുനബിയുടേതല്ലാത്ത സൂറത്തിലാണ്, അല്ലെങ്കിൽ മുത്തുനബിയുടേതല്ലാത്ത സൂറത്ത് എന്ന് പറയുമ്പോൾ മുത്തുനബിയുടെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ, അത് ഏത് രൂപവുമാകാം. ഇവിടെയാണ് ആളുകൾ ഗോട്ടി മാറ്റുന്നത്, ഈ പറയുന്ന മൗലവിമാരായ മുസ്ലിയാക്കന്മാർ ഗോട്ടി മാറ്റുന്നത്. ഏത് രൂപത്തിലും മുത്തുനബിയുടേതല്ലാത്ത സൂറത്ത് എന്ന് പറയുന്നത് എന്താർത്ഥം? അത് അമ്പിയാക്കളാകാം, മറ്റമ്പിയാക്കളാകാം, ഔലിയാക്കളാകാം, മശായിഖന്മാരാകാം, ആരുമാകാം. കാലത്തു റുഇയാ തഅവീലൻ, അവിടെ തഅവീൽ ആവശ്യമുണ്ട് എന്നാണ് അവിടെ ഖാദിയാദ് തങ്ങൾ പറയുന്നത്. എന്നാൽ നവീമാമ അതിനെയും ഖണ്ഡിക്കുകയാണ്. വതഅഖബഹു ഫഖാല ഹാദാ ലഈഫുൻ, അത് ലഈഫായ നിലപാടാണ്. ബലിസ്സഹീഹു അന്നഹു യറാഹു ഹഖീഖത്തൻ സവാഉൻ കാനത്ത് അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. അപ്പോൾ മഅറൂഫായ സ്ഥിരപ്പെട്ട സിഫത്തുകൾ വഴി ഒരാൾ മുത്തുനബിയെ കണ്ടു. അപ്പോൾ സ്വഹാബത്ത് മുത്തുനബിയെ കണ്ടു. മുത്തുനബിയുടെ വിശേഷണങ്ങൾ മംഗൂലിയായ നിനക്ക് കിതാബുകളിലൂടെയൊക്കെ പഠിച്ച് മനസ്സിൽ പതിഞ്ഞ പണ്ഡിതന്മാർ കണ്ടു. ഇനി ഇതൊന്നുമല്ലാത്ത രൂപത്തിൽ, ഈ സിഫത്തൊന്നും അറിയാത്ത, യാതൊരു ധാരണയും മുത്തുനബിയെക്കുറിച്ച് ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ, മുഅ്മിനീങ്ങൾ, ജനങ്ങൾ കണ്ടാലോ? അതോ അതും മുത്തുനബി തന്നെയാകുന്നു. ബലി സ്വഹീഹു, അതാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ളത് എന്ന് നബിമാം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. എന്നിട്ട് പിന്നെയും കാണാം ഷർഹ് മുസ്ലിമിൽ ഇന്നല്ലാഹ തആല ഹസ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ബി അന്ന, ഞാനത് ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടോളൂ, എൻ്റെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ബി അന്ന റുഅയത്തൻ നാസി ഇയ്യാഹു സ്വഹീഹത്തുൻ വ കുല്ലഹാ സിദ്ഖുൻ. ജനങ്ങളിൽ ആര് നബിയെ സ്വപ്നം കണ്ടാലും, ഇപ്പോൾ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ്? ഒന്നുകിൽ മുത്തുനബിയെ നേരിട്ട് കണ്ട സ്വഹാബത്ത് കാണണം, അതല്ലെങ്കിൽ പിന്നെ ആര് കാണണം? ഈ കിതാബുകളിലൂടെ മുത്തുനബിയെക്കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ, ഷാഫി ഇമാമിനെ പോലത്തെ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മറ്റു മഹാന്മാർ, മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ കണ്ടാൽ മാത്രമേ മുത്തുനബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ എന്നാണല്ലോ ഈ പറയുന്ന വിമതരുടെ വാദം. അത് അമ്പേ പരാജയമാണ് ആ വാദം, അത് ശരിയല്ലാത്ത വാദമാണ്. പിന്നെയോ ബി അന്ന റുയത്തൻ നാസി ഇയ്യാഹു സ്വഹീഹത്തുൻ, ജനങ്ങളിൽ ആര് നബിയെ സ്വപ്നം കണ്ടാലും അത് സത്യമായിരിക്കുമെന്നും, കുല്ലഹാ സിദ്ഖുൻ, നബിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പിശാചിന് കഴിയില്ലെന്നുമുള്ളത് നബിക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയുടെ ഭാഗമാണ്. വമനഅ അശ്ശൈത്വാന അൻ യതസവ്വറ ഫീ ഖിൽഖതിഹി ലിഅല്ലാ യക്ദിബ അലാ ലിസാനിഹി ഫി നൗം. കണ്ടോ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എഴുതി വെക്കുന്നു നബിമാമ് റളിയല്ലാഹു അൻഹു. പിശാചിന് ഒരിക്കലും നബിയുടെ നാവിലൂടെ കളവ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സജ്ജീകരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വാദം പൊളിഞ്ഞില്ലേ? ഇവരെന്താ പറയുന്നത്? വിമതരെന്താ പറയുന്നത്? മൗലവിമാരായ മുസ്ലിയാക്കന്മാർ എന്താണ് പറയുന്നത്? ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഒന്ന് രണ്ട് മുസ്ലിയാക്കന്മാർ, അവിടെ ചില ആധുനിക മുസ്ലിയാക്കന്മാർ, മൗലവിമാരായ മുസ്ലിയാക്കന്മാർ വന്നിട്ട് പറയുന്നത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. എന്താണ്? പിശാജ് ഞാൻ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ വരും, മറ്റൊരു ശരീരം സ്വീകരിച്ചുകൊണ്ട്. വളരെ അപകടം പിടിച്ച വാദമാണ്. അങ്ങനെ വാദിച്ച ലോകത്താരും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, സ്വപ്നത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്കറിയാലോ, ഈ പറയുന്ന വിമതരടക്കം എടുക്ക് പറയാറുണ്ട്, ഷിറിയ ഉസ്താദ് സ്വപ്നം കണ്ടു, പിലാക്കൽ ബഷീർ സക്കാഫി സ്വപ്നം കണ്ടു, മറ്റേ സക്കാഫി കണ്ടു, മറ്റേ മുസ്ലിയാർ കണ്ടു എന്ന് പറയാറില്ലേ? അതൊന്നും സ്വീകരിക്കപ്പെടാൻ പറ്റുകയില്ല എന്ന അവസ്ഥ സംജാതമാകും. എന്തുകൊണ്ടാണ്? കാരണം എന്താ? അത് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. നോക്കൂ, ഉറക്കത്തിൽ മുത്തുനബിയുടെ നാവിലൂടെ പിശാചിന് കളവ് പറയാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയുന്നു, കമാ ഖറഖല്ലാഹു തആല അൽ ആദത ലിൽ അംബിയാഇ അലൈഹിസ്സലാം ബിൽ മുഅ്ജിസ വകമസ്തഹാല അൻ യതസവ്വറ അശ്ശൈത്വാനു ഫീ സൂറത്തിഹി ഫിൽ യഖ്ള വലൗ വഖ ലസ്തബഹൽ ഹഖ് ബിൽ ബാത്തിലി വലം യൂസക ബിമാ ജാഅ ബിഹി മഖാഫതൻ മിൻ ഹാദ തസവ്വുരി. കണ്ടോ? അപ്പോൾ അമ്പിയാക്കൾക്ക് അള്ളാഹു അമാനുഷികമായ സിദ്ധികൾ നൽകി, അള്ളാഹു അവരെ അസാധാരണക്കാരാക്കി. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അസാധാരണത്വമാണ് എന്ത്? ഉണർച്ചയിൽ മുത്തുനബിയുടെ രൂപത്തിൽ പിശാചിന് വരൽ അസംഭവ്യമാണ് എന്നുള്ളത്.
അതുപോലെ തന്നെ ഉറക്കത്തിലും. അപ്പൊ യഖലത്തിലും മനാമിലും മുത്തുനബിയുടെ യാതൊരുവിധ രൂപത്തിലും പിശാചിന് വരാൻ കഴിയില്ല. ഒരു ഗോട്ടിമാട്ടലും അവിടെ നടക്കുകയില്ല. എങ്ങനെ? അങ്ങനെ സംഭവിക്കുന്ന പക്ഷം സത്യവും അസത്യവും കൂടിക്കൊഴിഞ്ഞു പോകുമല്ലോ, തിരിച്ചറിയാൻ വയ്യാതാകുമല്ലോ. അപ്പോ നബി കൊണ്ടുവരുന്നത് ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകും. അതിനാൽ ഫഹമാഹു തആല മിനശ്ശൈത്വാനി വനസ്ഇഹി വവസ്വസതിഹി വഇൽഖാഇഹി വകൈദിഹി. കണ്ടോ? അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിശാചിനെ തൊട്ട്, അവൻ്റെ ചതിപ്രയോഗങ്ങളെ തൊട്ട്, അവൻ്റെ ദുർബോധനത്തെ തൊട്ട് മുത്തുനബിയെ സ്വപ്നം കാണുന്നതിന് അള്ളാഹു സംരക്ഷണം നൽകി. അപ്പം പിശാചിൻ്റെ ഒരു വിധത്തിലുമുള്ള ചതിപ്രയോഗവും ഒരു വസുവാസും നടക്കുകയില്ല എന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എഴുതി വെക്കുകയാണ്. ഇനി എന്താ ഇപ്പോൾ സംശയിക്കാനുള്ളത്? ഇനിയിപ്പോൾ ഇതിലെന്താണ് ഒരു ആൾമാറാട്ടം നടത്താനുള്ളത്, ഒരു പിത്തലാട്ടം നടത്താനുള്ളത്? എന്താണ്? മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ, വിദ്വൽ സദസ്സുകൾ തള്ളിക്കളഞ്ഞൊരു വാദത്തെ പൊടി തട്ടിയെടുത്ത് ഇബ്നു തൈമിയ്യയുടെയും അയാളുടെ പിൻഗാമികളായ ബിദഈ നേതാക്കളുടെയും ഒക്കെ വാദങ്ങൾ ഇപ്പോൾ ഈ സുന്നി സമൂഹത്തിൽ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്നതിൻ്റെ താല്പര്യം എന്ത്? പ്രിയപ്പെട്ടവരെ, പ്രമാണമാണ് പറയുന്നത്, വ്യക്തമായി പ്രമാണം പഠിപ്പിക്കുന്നു. ഒരു ചതിപ്രയോഗവും നടക്കില്ല. അപ്പോൾ വേറൊരാളുടെ രൂപം സ്വീകരിച്ച് ഈ ഉസ്താദ് പറഞ്ഞതുപോലെ എൻ്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് പിശാചിന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതൊരു ചതിപ്രയോഗമല്ലേ? ആ ചതിപ്രയോഗവും പറ്റൂല. ഫഹമാഹു തആല മിനശ്ശൈത്വാനി വനസ്ഇഹി വവസ്വസതിഹി വഇൽഖാഇഹി വകൈദിഹി. അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, മഹാനായ മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ വിശ്വവിഖ്യാതമായ ശറഹു ശമായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുത്തുനബിയുടെ വൈശിഷ്ട്യമാർന്ന വിശേഷ ഗുണങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ലിഅന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിശ്ചയം മുത്തുനബിയുടെ സൂറത്തിൽ മിസാലാകാൻ പിശാചിന് കഴിയുകയില്ല. വയതശക്കല ബിഹാ, അതുപോലെ മുത്തുനബിയുടെ രൂപം പ്രാപിക്കാനും പിശാചിന് കഴിയുകയില്ല. ഇനി കേട്ടോ, ശ്രദ്ധിച്ചോ, വലാ അൻ യതശക്കല ബിസൂറതിഹി. എന്താ അതിൻ്റെ അർത്ഥം? മൗലവിയായ മുസ്ലിയാക്കന്മാരെ, പിശാചിന് രൂപം പ്രാപിക്കാൻ കഴിയില്ല. എങ്ങനെ? പിശാചിന്റെ സൂറത്ത് കൊണ്ട്. പിശാചിന്റെ രൂപം കൊണ്ടും പിശാചിന് രൂപം പറയാൻ പറ്റില്ല. എന്താ? പിശാചിന് അസംഖ്യം രൂപങ്ങളിലേക്ക് പകർന്നാട്ടം നടത്താലോ. അമ്പിയാക്കളുടെ രൂപം സ്വീകരിക്കാം, ഔലിയാക്കളുടെ രൂപം സ്വീകരിക്കാം, മശായിഖന്മാരുടെ രൂപം സ്വീകരിക്കാം, ഒക്കെ ചെയ്യാലോ പിശാചിന്. മുത്ത് റസൂലുള്ളാഹിന്റെ രൂപമല്ലേ സ്വീകരിക്കാൻ പറ്റാതുള്ളൂ, ബാക്കി എല്ലാവരുടെയും രൂപം സ്വീകരിക്കാമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നിലക്ക് പിശാചിന് പിശാചിന്റെ രൂപവും സൂറത്ത് കൊണ്ടും രൂപം പ്രാപിക്കാൻ കഴിയില്ല. എന്നിട്ട് എന്നിട്ട് ഈ കാണുന്ന സ്വപ്നം കാണുന്ന വ്യക്തിയുടെ മുന്നിൽ ഇത് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് തോന്നിപ്പിക്കാനും സാധ്യമല്ല. അപ്പൊ പൊളിഞ്ഞില്ലേ? ഈ പറയുന്ന മൗലവിമാരായ മുസ്ലിയാക്കന്മാർ ഇവിടെ ഒരു ഗോട്ടിമാർ, അത് രണ്ട് റസൂലുള്ളാഹിനെ കുറിച്ചാണ്. അങ്ങനെ ശരിയാവണമെങ്ങനെ? പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ആലോചിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന്, റസൂലുള്ളാഹിന്റെ രൂപം പ്രാപിക്കാൻ, റസൂലുള്ളാഹിന്റെ മിസാലാകാൻ പിശാചിന് കഴിയൂല. രണ്ട്, പിശാചിന്റെ രൂപമാകാനും കഴിയൂല. എന്തിന്? റസൂലുള്ളയാണ് എന്ന് കാണുന്നവനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന വണ്ണമുള്ള ഒരു രൂപാന്തരവും ഒരു പരിണാമവും പ്രാപിക്കാൻ പിശാചിന് കഴിയുകയില്ല എന്ന് മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ല പറയുന്നു അവിടുത്തെ ശറഹു ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ. എന്തു പറയാനുണ്ട് മൗലവിമാരായ മുസ്ലിയാക്കന്മാരെ? ഇനി ഞാൻ പറഞ്ഞുതരാം ഇവരുടെ അബദ്ധജടിലമായ വാദം. ഇവർ പറയുന്നത് എന്താ? ഒന്നുകിൽ സ്വഹാബത്ത് കാണണം, അല്ലെങ്കിൽ ആര് കാണണം? മങ്കൂലിയായിട്ട് റസൂലുള്ളാഹിന്റെ എല്ലാ സിഫത്തുകളും പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ കാണണം. ഖറാഫി ഇമാമനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണല്ലോ, അല്ലേ? അത് അബദ്ധമല്ലേ ആ വാദം? കാരണം എന്താ? ഇപ്പോൾ നമുക്ക് ആദ്യം പണ്ഡിതന്മാരെ എടുക്കാം. ഈ പണ്ഡിതന്മാരൊക്കെ, അതായത് സ്വഹാബത്തിലേക്കും വരാം, സ്വഹാബത്തല്ലാത്ത പണ്ഡിതന്മാർ, ഇവരാരും റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇവരുടെ സ്വപ്നത്തിൽ പിശാചിന് വന്നുകൂടെ? ഇവരുടെ സ്വപ്നത്തിൽ പിശാചിന് വരാലോ. ആരുടെ രൂപം സ്വീകരിച്ചുകൊണ്ട്? അമ്പിയാക്കളുടെ രൂപം സ്വീകരിച്ചു കൊണ്ടുവരാം, മറ്റമ്പിയാക്കളുടെ അല്ലെങ്കിൽ ഔലിയാക്കളുടെ രൂപം സ്വീകരിച്ചു കൊണ്ടുവരാം. കാരണം
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രൂപമല്ലേ സ്വീകരിക്കാൻ പറ്റാതുള്ളൂ? മറ്റമ്പിയാക്കളുടെ ഔലിയാക്കളുടെ രൂപം സ്വീകരിക്കാലോ അല്ലേ? മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂല് പല രൂപത്തിലും ആഖിർ സമാൻ വരെയും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയൊക്കെ രൂപത്തിൽ വരുമെന്നും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം കണ്ടോ, മൗലിദുൽ ഹുസൈൻ പിലാക്കൽ ബസീർ സഖാഫിയുടെ മൗലിദല്ലേ? ആ മൗലിദിൽ മർക്കസിൽ നിന്ന് ഇറക്കിയ മൗലിദല്ലേ? കണ്ടോ, അബ്ദുൽ ബസീർ ബിൻ സുലൈമാൻ ബീലാക്കൽ അൽ സഖാഫി അൽ ഹിന്ദി അൽ മലൈബാരി അൽ ഷാഫിഈ റഈസ്, ഉസൂലുൽ ഫിഖിൻ്റെ റഈസ്, എവിടുത്തെ ജാമിഅ അൽ മർക്കസ് കാലിക്കൂത്ത് കേരള. അപ്പോൾ മർക്കസു സഖാഫത്തി സുന്നിയ, കേരളത്തിലെ സുന്നികളുടെ മർക്കസായ ആസ്ഥാന മന്ദിരമായ കേന്ദ്രമായ മർക്കസു സഖാഫത്തി സുന്നിയയിലെ മുദരിസും റയീസും ഒക്കെയായ അബ്ദുൽ ബസീർ സഖാഫി അദ്ദേഹത്തിൻ്റെ മൗലിദിൽ പറയുന്നു, ഫലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുൻ ഫീ സുവരി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി ഇലാ ആഖിരിൽ അസ്മാൻ. കണ്ടോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷപ്പെടും, ലാഹിറാകും. ഫീ സുവരി ജമീഇൽ അംബിയാഇ, സകല അംബിയാക്കളുടെയും രൂപത്തിൽ, വൽ ഔലിയാഇ, ഔലിയാക്കളുടെയും രൂപത്തിൽ, മിൻ ഉമ്മത്തിഹി ഇലാ ആഖിരിൽ അസ്മാൻ. ആവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മറ്റേ സ്വഹാബത്തല്ലാത്ത പണ്ഡിതന്മാരൊക്കെയും മംഗൂലിയായി നിനക്ക് പഠിച്ച അവർ കാണുമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. അതെങ്ങനെ പറയാൻ പറ്റും? അവരുടെ സ്വപ്നത്തിൽ ഇതുപോലെ വരാലോ പിശാചിന്, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ രൂപത്തിൽ വരാലോ, എന്നിട്ട് അന റസൂലുള്ളാ എന്ന് പറയാലോ. അപ്പോൾ അവർ കാണും എന്ന് ഉറപ്പിക്കാൻ പറ്റാതെയായില്ലേ? അവർ കാണുമെന്ന് ഉറപ്പിക്കാൻ പറ്റാതെയായില്ലേ? അതൊരു സാധ്യത. ഇനി മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അതിന് ഞാൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ബിദഈ കക്ഷികൾ ഈ വാദം, അഥവാ ഇപ്പോൾ ഈ മൗലവിമാരായ മുസ്ലിയാക്കന്മാർ ഉന്നയിക്കുന്ന വാദം ഉണ്ടല്ലോ, ഏത് ഞാൻ റസൂലാണെന്ന് പറഞ്ഞ് പിശാച് വരും, ഈ വാദം പണ്ടൊരാൾ ഉന്നയിച്ചിരുന്നു, സലാം സുല്ലമി. സലാം സുല്ലമി എന്ന് പറയുന്നത് അയാൾ ഷാഫി മദ്ഹബ് ഒരു സമഗ്ര പഠനം, സലാം സുല്ലമി, അബ്ദുസ്സലാം സുല്ലമി, അപകടകാരി. അയാളുടെ ഈ ലേഖനത്തിൽ അയാൾ പറയുന്ന നോക്കും, ഇതേ വാദമാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർ, മൗലവിമാരെ മുസ്ലിയാക്കന്മാർ. ഒരു മനുഷ്യൻ ഉറക്കിൽ നബിയെ സ്വപ്നം കാണുകയും ശേഷം നബി ഉറക്കിൽ തന്നോട് ചില നിർദ്ദേശിക്കുകയും ചെയ്താൽ പോലും അത് മതത്തിൽ തെളിവായി ഉദ്ധരിക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നബിയെ അഭിമുഖമായി ദർശിച്ച സ്വഹാബി വര്യന്മാർക്ക് മാത്രമേ താൻ ദർശിച്ചത് നബിയെ തന്നെയാണെന്ന് ഖണ്ഡിതമായി പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇയാളുടെ വാദമാണ്. മറ്റ് രൂപങ്ങളിൽ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാച് സ്വപ്നത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാം, എന്നാൽ നബിയുടെ യഥാർത്ഥ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ലെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. കണ്ട, അപ്പോൾ മറ്റു രൂപങ്ങളിൽ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാച് വരാം. അതല്ലേ ഇപ്പോൾ ഈ മുസ്ലിയാർ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കേൾപ്പിച്ച മുസ്ലിയാർ സഖാഫി, അയാൾ ആ വാദം തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ ക്ലിപ്പ്? അയാൾ ആ വാദമല്ലേ. മറ്റു രൂപങ്ങളിൽ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, 8-10 വർഷം ദർസിൽ പഠിച്ച മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാരെ വഴിതെറ്റിക്കുകയാണ് മറ്റു ചില ആളുകൾ. നോക്കൂ, ഇത് തനിച്ച പിഴച്ച വാദമല്ലേ? ഇസ്ലാമിൽ നിന്നും തന്നെ പുറത്തു പോകുന്ന, കാഫറായി പോകുന്ന വാദമല്ലേ ഇത്? നഊദു ബില്ലാഹ്. നോക്കൂ, എന്നിട്ട് പറയുന്നു യഥാർത്ഥ രൂപം തീരുമാനിക്കാൻ നബിയെ നേരിൽ ദർശിച്ച സ്വഹാബി വര്യന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇയാളുടെ വാദമാണ്. ഈ വാദത്തെ മഹാനായ പൊന്മള ഉസ്താദ് ഖണ്ഡിക്കുന്നു. എങ്ങനെയാണ്? ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥം, പൊന്മള ഉസ്താദിൻ്റെ ഷാഫി മദ്ഹബ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ഒരു ചെറിയ ഒരു പാരഗ്രാഫ് വായിക്കട്ടെ. നോക്കൂ, ജീവിതകാലത്ത് നബിയെ നേരിൽ ദർശിച്ച വ്യക്തി സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ അത് യഥാർത്ഥ രൂപത്തിൽ അല്ലെങ്കിൽ കൂടി കാണപ്പെട്ടത് നബിയാണെന്നും യഥാർത്ഥ രൂപത്തിലും ഗുണത്തിലുമല്ലാതെ കണ്ടത് ഭാവനയിൽ വന്ന പിശകാണെന്നും മേൽ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായി. കണ്ടോ? അപ്പോൾ നേരിട്ട് കണ്ട വ്യക്തി സ്വഹാബത്ത്, ഈ സ്വഹാബത്ത് തന്നെയും സ്വപ്നത്തിൽ യഥാർത്ഥ രൂപത്തിലല്ലാതെ കാണാം. അത് നേരത്തെ പറഞ്ഞല്ലോ. മുത്തുനബിയുടെ അറിയപ്പെടാത്ത സിഫത്ത്, ആ അറിയപ്പെടാത്ത സിഫത്തിൻ്റെ തഹത്തിൽ എന്തും വരാം, ഏത് രൂപവും. യഥാർത്ഥ രൂപത്തിൻ്റെ മുക്കാബിലയിൽ എന്താ? അയഥാർത്ഥ രൂപം, അതേതുമാകാം. അങ്ങനെ വന്നാലും അവിടെ എഴുത്തിക്കാതെ വന്നോ അത് മുത്തുനബിയാണ്. അപ്പോൾ യഥാർത്ഥ രൂപത്തിലല്ല കണ്ടതെന്ന് ഉറപ്പായിട്ടും കാണപ്പെട്ട വ്യക്തി നബി തന്നെയാണെന്ന് വരുന്നു. അപ്പോൾ നോക്കൂ, നേരിട്ട് കണ്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ യഥാർത്ഥ രൂപത്തിലല്ല വന്നതെങ്കിൽ കൂടി തിരിച്ചറിയണ്ടേ? ഇപ്പം ഇവർ പറയാറുണ്ട്, ഇപ്പം അതെ താടി ഉള്ള എന്നെ നിങ്ങൾ കണ്ടു, ഇപ്പം കണ്ടു, നാളെ എൻ്റെ താടി പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാവുമല്ലോ അത് നിഷാദാണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ.
എന്ന വെറും മുടന്തൻ ന്യായം ഒരു ഉന്നയിക്കാറുണ്ട്. അങ്ങനെ പിന്നെ മറ്റേ മംഗൂലിയായിട്ട് കണ്ട പണ്ഡിതന്മാരോ, അവർ നേരിട്ട് ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ, അവർ സുഹൃത്ത് കണ്ടിട്ടുണ്ടോ മുത്തുനബിയുടെ? ഇല്ലല്ലോ. അവർക്ക് വായിച്ചറിവല്ലേ ഉള്ളൂ. അപ്പോൾ വായിച്ചറിവിൽ നിന്ന് ഭിന്നമായ ഒരു രൂപം വന്നാൽ അവരും കൺഫ്യൂഷൻ ആവൂലേ? അപ്പോൾ അതും പിശാചായിക്കൂടെ? ആയ കൺഫ്യൂഷനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ യഥാർത്ഥ രൂപത്തിലല്ല കണ്ടതെന്ന് ഉറപ്പായിട്ടും കാണപ്പെട്ട വ്യക്തി നബി തന്നെയാണെന്ന് വരുന്നു. ഇതനുസരിച്ച് നബിയെ അഭിമുഖമായി ദർശിക്കാത്ത വ്യക്തിക്ക് താൻ കണ്ടത് നബിയുടെ രൂപമല്ലെന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയാതെ വരുമ്പോൾ, അപ്പം ദർശിക്കാത്ത വ്യക്തി ആരൊക്കെയാവാം? പണ്ഡിതന്മാരാവാം, ഞാനാവാം, എന്നെ കേൾക്കുന്ന നിങ്ങളാവാം, ആരുമാകാം. അലിബിനെ പൊൻപളസാ പറയണ്ടേ, നബിയെ അഭിമുഖമായി ദർശിക്കാത്ത വ്യക്തി ബ്രാക്കറ്റ് ആരാത്? മംഗൂലിയായിട്ട് പഠിച്ച പണ്ഡിതന്മാർ. അങ്ങനെ പറയണ്ട, അല്ല, ആരുമാകാം. താൻ കണ്ടത് നബിയുടെ രൂപമല്ലെന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയാതെ വരുമ്പോൾ കാണപ്പെട്ട വ്യക്തി നബി അല്ലെന്ന് എങ്ങനെ പറയാനാകും? അപ്പൊ ഖണ്ഡിതമായി പറയാൻ കഴിയാതെ വരുന്നത് ആർക്കാ? മംഗൂലിയായിട്ട് പഠിച്ചവർക്കല്ലല്ലോ. അവർക്ക് എന്തായാലും പറയാൻ പറ്റും, കാരണം ഇവരുടെ വാദപ്രകാരം മംഗൂലിയായിട്ട് അവർക്ക് അറിയാലോ. അപ്പോ ഖണ്ഡിതമായി പറയാൻ പറ്റാത്തത് ആർക്കാ? മൗലവിമാരായ മുസ്ലിയാക്കന്മാരെ, ആർക്കും, മുഅ്മിനീങ്ങളായ ആർക്കും അങ്ങനെ പറയാൻ കഴിയാതെ വരുമ്പോൾ കാണപ്പെട്ട വ്യക്തി നബിയല്ലെന്ന് എങ്ങനെ പറയാനാകും? നബിയെ നേരിൽ കണ്ടവർക്ക് അവിടുത്തെ യഥാർത്ഥ രൂപം തിരിച്ചറിയാൻ കഴിയുമെന്ന മൗലവി ജൽപ്പന്നം ഇതോടെ തകരുന്നു. അപ്പൊ ഈ മൗലവി സലാം സുല്ലമിക്ക് മറുപടി കൊടുത്താണെങ്കിലും ഇന്നത്തെ മുസ്ലിയാക്കന്മാരുടെ വേഷത്തിൽ വരുന്ന സകല മൗലവിമാർക്കുള്ള മറുപടി അത്. ഇനി തീർന്നില്ല, ഇനി സ്വഹാബത്തിലേക്ക് വരാം. നോക്കൂ, നേരിട്ട് ദർശിക്കാത്തവൻ സ്വപ്നത്തിലൂടെ നബിയെ കണ്ടാൽ ആ സ്വപ്നത്തിന് പോലും യാതൊരു വിലയുമില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത്. ആണോ? അപ്പൊ മൗലവിയുടെ വാദപ്രകാരം, മൗലവി പറഞ്ഞ സ്വഹാബികൾ മാത്രമേ കാണുള്ളൂ, മറ്റാരും കാണൂല. ഇപ്പൊ ഷാഫി ഇമാമും ഹനഫി ഇമാമും മറ്റു പണ്ഡിതന്മാരൊന്നും കാണൂല എന്ന വാദത്തെ ഉസ്താദ് ഖണ്ഡിക്കുകയാണ്. നേരിട്ട് ദർശിക്കാത്തവൻ സ്വപ്നത്തിലൂടെ നബിയെ കണ്ടാൽ ആ സ്വപ്നത്തിന് പോലും യാതൊരു വിലയുമില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മളൊക്കെ അതിന് തഹദിൽപ്പെട്ടു. നേരിട്ട് ദർശിക്കാത്തവെന്ന് പറഞ്ഞാൽ എന്നെ ബ്രാക്കറ്റ് കൊടുത്താൽ പോരെ? മംഗൂലിയായിട്ട് പഠിച്ച പണ്ഡിതന്മാർ, അങ്ങനെയല്ലല്ലോ. അതിൽ ആമായ പ്രയോഗമല്ല, എല്ലാവരും വരൂലേ അതിൽ? നമ്മളൊക്കെ വരുമല്ലോ. ഔലിയാക്കളും വരും, അമ്പിയാക്കളും വരും, സ്വാലിഹി ഒക്കെ വരും, അല്ലേ? അപ്പൊ അങ്ങനെ നേരിട്ട് ദർശിക്കാത്തവൻ സ്വപ്നത്തിലൂടെ നബിയെ കണ്ടാൽ അതിന് വിലയില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത്. താൻ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, കേട്ടോ, താൻ നബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റു രൂപങ്ങളിൽ പിശാച് പ്രത്യക്ഷപ്പെടാമെന്ന സാധ്യതയാണ് അതിന് കാരണമായി മൗലവി എഴുന്നള്ളിച്ചിരിക്കുന്നത്. അപ്പൊ മൗലവിയുടെ വാദമാണത്. ആ വാദത്തെയാണ് പൊന്മള ഉസ്താദ് കശക്കി എറിയണത്. ഈ ന്യായപ്രകാരം നേരിട്ട് ദർശിച്ച വ്യക്തിക്ക് പോലും നബിയെ സ്വപ്നം കണ്ടാൽ അത് നബി തന്നെയാണെന്ന് എങ്ങനെ ഖണ്ഡിതമായി പറയാൻ കഴിയും കൂട്ടരെ? ആരാ നേരിട്ട് കണ്ട? ഒരു സ്വഹാബത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ യുക്തി കൂടാതെ ഈ യുക്തി കൊണ്ടും, ഏത് യുക്തി ആണോ പൊന്മുള? ഈ ന്യായപ്രകാരം നേരിട്ട് ദർശിച്ച വ്യക്തിക്ക് പോലും നബിയെ സ്വപ്നം കണ്ടാൽ അത് നബി തന്നെയാണെന്ന് എങ്ങനെ ഖണ്ഡിതമായി പറയാൻ കഴിയും? സ്വഹാബത്തിന് എങ്ങനെ പറയാൻ പറ്റും? സ്വപ്നത്തിന് നബിയെ കണ്ടാൽ ഖണ്ഡിതമായി പറയാൻ പറ്റൂല. എന്താ കാരണോ? അതിനുള്ള കാരണം അവിടുന്ന് പറയുന്നു പനോളസ്ഥ, ജനങ്ങളെ പിഴപ്പിക്കാൻ പ്രതിജ്ഞ എടുത്തവനാണല്ലോ പിശാജ്. അതിനുവേണ്ടി താൻ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ഇതര രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന പിശാജിന് എന്തുകൊണ്ട് നബിയെ നേരിൽ കണ്ട മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ യഥാർത്ഥ രൂപം എടുത്തു കളഞ്ഞ ശേഷം, ഇപ്പൊ ഞാൻ നബിയെ കണ്ടു എന്ന് സങ്കല്പിക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാലോ, യഖ്ലത്തിൽ നബിയെ ആർക്കും കാണാലോ, അങ്ങനെ കണ്ടു സങ്കല്പിക്കുക. ഞാൻ സ്വപ്നത്തിൽ, ഞാൻ ഉറക്കിലേക്ക് പോയി. ഉറക്കിൽ പോയപ്പോൾ ഈ പിശാജ് വന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾ എടുത്തു മാറ്റി. എന്നിട്ട് നമ്മുടെ വേറെ ഖലീൽ തങ്ങൾ ഉപ്പാപ്പാടെ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും രൂപം മനസ്സിലേക്ക് അങ്ങനെ എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് പറയുന്നു ഈ ഖലീൽ തങ്ങൾ ഉപ്പാപ്പയുടെ രൂപത്തിൽ ഈ പിശാജ് വരുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാന്മാരുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ പിശാചിന് വരാലോ, ആരുടെ രൂപത്തിലും വരാലോ. വന്നിട്ട് പറയും എന്താണ്? ഞാൻ നബിയാകുന്നു, അന റസൂലുള്ളാഹ്. ഇത് നമ്മുടെ വാദമല്ല, ഇവരുടെ വാദം, മൗലവിമാരായ മുസ്ലിയാക്കന്മാരുടെ വാദം അനുസരിച്ചാണ് ഈ പറയുന്നത്. സലാം സുല്ലമി അടക്കമുള്ള സലാം സുല്ലമിയുടെ പാതയിൽ അയാളുടെ മദ്ഹബിലുള്ള ആധുനിക തലപ്പാവുധാരികളായ ചില മുസ്ലിയാക്കന്മാരുണ്ടല്ലോ. നമ്മുടെ സമസ്ഥാനക്കാരൻ നജീമ മൗലവി, പിന്നെ മറ്റേ സമസ്തയിലെ വേറൊരു മുസ്ലിയാരുണ്ടല്ലോ ഈ അടുത്ത്, ഒരു ഫൈസി, പിന്നെ വേറെ കുറേ സക്കാഫിമാർ,
കുറേ ഉണ്ടെന്ന് ഇതിൽ അവരുടെ വാദപ്രകാരം. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ആ രൂപം അവിടെ കയറ്റി വെക്കും. എന്നിട്ട് സ്വപ്നത്തിൽ വരും, ദാ ഞാൻ റസൂലാണ്. സ്വപ്നമല്ലേ, മറ്റേ ഉണർവിലല്ലല്ലോ, ഉണർച്ചയിലല്ലല്ലോ, സ്വപ്നത്തിലല്ലേ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അപ്പോൾ പറയാണ്ടോ. അപ്പോൾ ജനങ്ങളെ പിഴപ്പിക്കാൻ പ്രതിജ്ഞെടുത്തവൻ എന്നിട്ട് പറയും, അതിനുവേണ്ടി താൻ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ഇതര രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന പിശാചിന് എന്തുകൊണ്ട് നബിയെ നേരിൽ കണ്ട മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ യഥാർത്ഥ രൂപം എടുത്തു കളഞ്ഞ ശേഷം മറ്റൊരു രൂപത്തെ പ്രകടമാക്കി ഇത് തന്നെയായിരുന്നു താൻ പണ്ട് കണ്ട രൂപമെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞുകൂടെ? ചോദ്യം. കഴിയാലോ, പിശാചിനൊക്കെ കഴിയുമല്ലോ. രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും പിശാച് എത്തുമല്ലോ. യെസ്, പോസിബിൾ. ഇതനുസരിച്ച് നബിയെ നേരിൽ ദർശിച്ചവനും, അതായത് സ്വഹാബത്ത്, അല്ലാത്തവനുമൊക്കെ താൻ കണ്ടത് നബിയെ തന്നെയാണെന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ നിരവധി നിവേദന പരമ്പരയിലൂടെ വന്ന ഹദീസ് തള്ളാൻ നാം നിർബന്ധിതരാകും. ഇതായിരിക്കാം മൗലവിയുടെ ഉള്ളിലിരിപ്പ്. പക്ഷേ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അങ്ങനെ പരസ്യമായി അവഗണിക്കാൻ വഹാബികൾക്ക് പോലും കഴിയില്ല എന്ന് പൊന്മള ഉസ്താദ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സ്വഹാബത്തിന് പോലും ഉറപ്പിക്കാൻ പറ്റൂല. സ്വഹാബത്തിന് ഉറപ്പിക്കാൻ പറ്റും, പിന്നെ ലോകത്ത് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ മൗലവിമാരെ? മംഗൂലിയായിട്ട് പഠിച്ച പണ്ഡിതന്മാർക്ക് പറ്റൂല, അവർക്കും പറ്റൂല. ചുരുക്കി പറഞ്ഞ് ലോകത്ത് ആർക്കും റസൂലുള്ളാഹിനെ കണ്ടു എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. രണ്ട് രൂപത്തിൽ രണ്ട് യുക്തി പറഞ്ഞില്ലേ? ഒരു യുക്തി എന്താണ്? ഒരു യുക്തി ഞാൻ പറഞ്ഞു. എന്താണ് അത്? ബസീർ സക്കാഫി നേരത്തെ അദ്ദേഹത്തിൻ്റെ മൗലിദിൽ പറഞ്ഞു. അതായത് മുത്തുനബി എന്താണ് സകല അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ രൂപത്തിൽ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ പിശാചിന് അവിടെ ഒരു വസവാസം നടത്തിക്കൂടെ? മറ്റേ ആൾമാറാട്ടം നടത്തിക്കൂടെ? ആരുടെയും സ്വപ്നത്തിൽ വരാലോ പിശാചിന്. ആ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് പറയാലോ. അപ്പം ആ ബാബ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അടച്ചു കളഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബാബ് അടച്ചു കളഞ്ഞു. അങ്ങനെ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും? നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയാതെ വരും. ആ സാധ്യതയെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു വിശുദ്ധ ഇസ്ലാം. ഒരിക്കലും പിശാചിന് വരാൻ സാധ്യമല്ല ഒരു രൂപത്തിലും. മനസ്സിലായോ? ഇനി ഈ കിതാബ് കണ്ടോ? ഇത് മഹാനായ സയ്യിദ് സുംഹൂദി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണ്, നസീഹത്തുൽ ലബീബ് ഫീ മറായി അൽ ഹബീബ്. ഇതും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ മൗലവിമാരെ മുസ്ലിയാക്കന്മാർ കണ്ടോളൂ, ഒരു മുസ്ലിയാർ വായിക്കണ കേട്ടോളൂ. അദ്ദേഹത്തെ ഉറപ്പിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ സംശയമോ അവിടെ വ്യത്യാസമൊന്നും വരാനില്ല. രണ്ടാമത്തെ പറഞ്ഞ കിതാബുകൾ നന്നായി ഗ്രഹിച്ച പണ്ഡിതന്മാർ അവർ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ നേരിൽ കണ്ട ഒരു വ്യക്തി കിട്ടുന്ന ഉറപ്പ് ഓരോരുത്തരും ഉറപ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഹാദത്ത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് അവർ കിട്ടും. എന്നാൽ ഇവരെ രണ്ടുപേരും വല്ലാത്ത കക്ഷികൾ അവർക്ക് ആർക്കും കണ്ട റസൂലുള്ളാഹി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അതേസമയത്ത് മറ്റുള്ളവർക്ക് കണ്ടത് റസൂലുള്ളാഹി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അത് വിശ്വാസം ആകാവുന്നതാണ്. കാരണം വിശ്വാസ റസൂലുള്ളാഹിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരുന്നതാണ് വിശ്വാസത്തിന്റെ അസൽ. അതേസമയത്ത് വേറെ രൂപത്തിൽ ശൈത്താൻ വന്നിട്ട് ഞാൻ റസൂലുള്ളാഹിയാണെന്ന് കള്ളത്തരം പറയുന്നതിന് വിശ്വാസത്തിന്റെ അസൽ. അങ്ങനെ ശൈത്താൻ കള്ളത്തരം പറയാൻ പറ്റുന്ന ആരാണ്? ആരാ മൗലവി അങ്ങനെ കള്ളത്തരം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? മുല്ലാലിൽ കാരി തങ്ങൾ പറഞ്ഞു. ഞാൻ കേൾപ്പിച്ചില്ലേ? അയാൾ വെല്ലുവിളിക്കുന്നുണ്ട് വലിയ കാര്യം. വേറെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്ന് പറയുന്ന പിശാചിന് എന്ത് തടസ്സമാണുള്ളത് എന്ന് പച്ചയായി പ്രമാണങ്ങളെ വ്യഭിചരിക്കുകയല്ലേ ഈ മൗലവിയായ മുസ്ലിയാർ. രവിബാബ എന്താ പറഞ്ഞത്? ഒരിക്കലും പിശാചിന്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിലൂടെ കളവ് പറയാൻ കഴിയില്ല. കണ്ടോ, ഒമന അശ്ശൈത്വാന അയതസവ്വറ ഫീ ഖൽഖതിഹി ലിഅല്ലാ യക്ദിബ അലാ ലിസാനിഹി ഫിന്നൗം. കൃത്യമായ പ്രമാണമാണ്. അത് മൂടി വെച്ചിട്ട് ഇയാൾ ചോദിക്കണം കേട്ടോ. ആ നബി മാമ പറഞ്ഞോടോ, നബി മാമ പറഞ്ഞ മൗലവി പറയാൻ പറ്റൂലെന്ന്. റസൂലുള്ളാഹിന്റെ കാര്യം പറയാൻ പറ്റൂല. അതാ മഹാന്മാര് പഠിപ്പിച്ചത്. അത് ഇവിടെ ഇതിലും പറയുന്നുണ്ട്. ഈ നസീഹത്തുൽ ലബീബിലും അത് പറയുന്നുണ്ട്. ആ കേട്ടോ. ഓ ഭയങ്കര വെല്ലുവിളിയാ. ആ കേട്ടോ. ദാ 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 മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് ലിഅന്ന ശൈത്വാന ലാ യഖ്ദിറു അയ്യതമസ്സല ബിസൂറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടോ അവിടെ റസൂലുള്ളാഹിന്റെ അവിടെ പ്രത്യേകമായി അവിടെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നു. വയതശക്കല ബിഹാ, അതുപോലെ മുത്തുനബിയെ രൂപം പ്രാപിക്കാനും പിശാചിന് കഴിയുകയില്ല. മിസാലാകാൻ കഴിയില്ല, രൂപം പ്രാപിക്കാൻ കഴിയില്ല. വലാ അയ്യതശക്കല ബിസൂറത്തിഹി, അവന്റെ സൂറത്തിലും പിശാചിന്റെ സൂറത്തിലേക്കും അവനാകാൻ പറ്റൂല. പിശാചിന് എന്താ സൂറത്ത്? പിശാചിന് പല സൂറത്തുണ്ടല്ലോ. ഓന് പല രൂപത്തിലും വരാലോ. ഈ മൗലവിയായ മുസ്ലിയാരുടെ രൂപത്തിൽ വരാം, സലാസുൽ നബിയുടെ രൂപത്തിൽ വരാം, സകല പിഴച്ച മൗലവിമാരുടെ രൂപത്തിൽ പിശാചിന് വരാലോ. അങ്ങനെ അവന്റെ ഒരു രൂപത്തിലും അവന് പകർന്നാട്ടം നടത്താൻ കഴിയില്ല. എന്നിട്ട് അവൻ പറയാണ് എന്ത്? ഞാൻ റസൂലാണ് എന്ന് കാണുന്നവന് തോന്നിപ്പിക്കാനും അവന് സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മുത്തു റസൂലുള്ളാന്റെ ഇപ്പൊ വെല്ലുവിളി ആവിയായോ മൗലവി? വല്ലാത്ത ജാതി വെല്ലുവിളി. ഇനി എന്നിട്ട് ഇയാള് ഈ കിതാബിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണത്? ഇതാ നോക്കൂ, ഇതിന്റെ ഫസ്വഹീഹു, ഏറ്റവും സ്വഹീഹായിട്ടുള്ള എന്താണ് അഭിപ്രായം? ഫീ മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ മഅന അയ്യുഖാൽ, അത് പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അൽ മഖ്സൂദു ഷഹാദത്തു ബി അന്ന റുഅയതഹു ഫി നൗമി അലാ അയ്യി ഹാലത്തിൻ കാന ലൈസത്തു ബാതില ബൽ ഹി ഹഖ്ഖുൻ ഫി നഫ്സിഹി. ഇതെല്ലാം മഹാന്മാരും പറഞ്ഞതാ. അയ്യി ഹാല എന്ന് പറയുമ്പോൾ ഇയാൾ ഗോട്ടി മാറ്റിയതൊന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ ഇയാൾ പറയണത്? അതായത് അറിയപ്പെട്ട സൂറത്ത് അതല്ലെങ്കിൽ അറിയപ്പെടാത്ത സൂറത്ത് എന്നേ അതിലർത്ഥമുള്ളൂ. ഈ അറിയപ്പെടാത്ത സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ സൂറത്തെ? എന്താ? ദേ ഞാൻ നേരത്തെ വായിച്ചല്ലോ ഈ ഭാഗത്ത്. ഉണ്ടോ? وتعقبه فقال هذا ضعيف بل الصحيح أنه يراه حقيقة سواء كانت على صفته المعروفة أو غيرها. അതാണ് ഈ പറഞ്ഞത്. എന്ത്? അയ്യി ഹാലത്തിൻ. അത് ചില മഹാന്മാർ പറയുന്നത് കാണാം. എന്താണ്? അയ്യു സിഫത്തിൻ വല്ലദീ യൽഹറു ലി അന്നൽ മുറാദ മൻ റആനി ഫിൽ മനാമി അലാ അയ്യി സിഫത്തിൻ കാനത്ത് فليستبشر ويعلم أنه قد رأى رؤيا حقا التي هي من الله لا الباطل الذي هو الحلم فإن الشيطان لا يتمثل به فتح الباري. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദീസിൽ നിന്ന് എനിക്ക് കിട്ടിയ ആശയം ഇതാകുന്നു: ഏത് വിശേഷണത്തിലായാലും എന്നെ ആര് സ്വപ്നം കണ്ടാലും അവൻ സന്തോഷിക്കുകയും അല്ലാഹുവിൽ നിന്നുള്ള ശരിയായ സ്വപ്നം താൻ കണ്ടിരിക്കുന്നുവെന്ന് ഉറപ്പിക്കുകയും ചെയ്യണം. പിശാചിൽ നിന്നുള്ള ഹുലുമല്ലത്, പേക്കിനാവല്ലത്, ഡ്രീമല്ലത്. കാരണം എന്താണ്? എന്റെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. വളരെ വ്യക്തമാണ്. അപ്പൊ അയ്യി ഹാലത്ത് എന്ന് പറഞ്ഞ മൗലവി എന്താ മൗലവി ധരിച്ചു വെച്ചേക്കണത്? അത് പറഞ്ഞു കേട്ടോട്ടാ. ഈ ഹദീസിന്റെ ശരിയായ എന്ന് പറഞ്ഞാൽ ഈ ഹദീസാണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാണ് കിതാബിന്റെ മുഴുവൻ ചർച്ച. അതിന്റെ എല്ലാവരും ഇതുപോലുള്ള കടന്നുകയറ്റത്തിലാണെന്ന് ജനങ്ങൾ ആശയപ്പെടുത്തലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കിതാബ് എഴുതിയതെന്ന് ഞാനത് സൂചിപ്പിച്ചല്ലോ. അപ്പോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ കിതാബ് ഈ ഹദീസിന്റെ ശരിയായ മാന എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ഉറക്കിൽ ദർശിക്കൽ അലാ അയ്യി ഹാലത്തിൻ, ഏത് ഹാലത്തിലും. അതിനെ വളരെ അർത്ഥം വെച്ച് ഏത് രൂപത്തിലും, ഏത് മനുഷ്യന്റെ രൂപത്തിലും, ഏത് ആളുടെ രൂപത്തിലും എന്ന് പറയാൻ ഏത് ശൈഖിന്റെ രൂപത്തിലും പറയുന്നത്. കാരണം ഇയാൾക്ക് അതെ, ഏത് ഷെയ്ഖിന്റെ രൂപത്തിലും. അതാരാ പറഞ്ഞത്? കണ്ടില്ലേ നിങ്ങൾ? എവിടെ നോക്കിയ ദീൻ പഠിക്കണത് മൗലവിയായ മുസ്ലിയാരെ കണ്ടോ? നമ്മുടെ പിലാക്കൽ ബസീർ സക്കാഫി പറഞ്ഞില്ലേ? ഏത് രൂപത്തിലും, ഏത് ഷെയ്ഖിന്റെ രൂപത്തിലും. കണ്ടോ?
ലുഹൂറുൻ ഫലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹൂറുൻ ഫീ സുവരിൽ ജമീൽ അംബിയാഇ വൽ ഔലിയാഇ. സകല മശായിഖ്മാരെ ഔലിയാക്കളുടെ തഹത്തിൽ വന്നില്ലേ? അപ്പോൾ ഏത് ഷെയ്ഖിന്റെ രൂപത്തിലും വരാം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അതിന്റെ അർത്ഥം. അയ്യി ഹാലത്തിൻ അല്ല പിന്നെ എന്താ അർത്ഥം? നിങ്ങളുടെ വാദം അപ്പോൾ പൊളിഞ്ഞില്ലേ? നിങ്ങളെന്താ പറഞ്ഞത്? ഖറാഫി ഇമാം പറഞ്ഞത് എന്താണ്? ഒന്നുകിൽ സ്വഹാബത്ത്, അതല്ലെങ്കിൽ മങ്കൂരിയായിട്ട് പഠിച്ച മഹാന്മാർ, അവർ കണ്ടാലേ റസൂലുള്ളയാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ലേ? ആ വാദം കൊണ്ട് ലോകത്താരും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്നിപ്പോൾ ഞാൻ സമർത്ഥിച്ചു. ഒരാൾ സ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇനി 2, നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്താ? അത് മഅറൂഫായ വിശേഷണങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ അല്ലാതെയോ എന്ന്. ഈ മൗലവി രൂപത്തിൽ അത് ബുദ്ധിയുള്ളവർക്ക് തിരിയും. അപ്പൊ ഞാൻ പറയട്ടെ, അയ്യഹാരത്തിൽ പറഞ്ഞാൽ ഏത് മനുഷ്യന്റെ രൂപത്തിലല്ല. പിന്നെയോ അവിടെ ചർച്ച കഴിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തെ അതേ വിശേഷണങ്ങളോടുകൂടെ കാണുമോ, അതല്ല ആ വിശേഷണങ്ങൾ ചിലത് ഇല്ലാത്ത രൂപത്തിൽ കണ്ടാലും മതിയാവുമോ എന്നൊക്കെ ചർച്ചയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവർ മൗലവി അല്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ ഏത് രൂപമാവാലോ? ഈ അല്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലേ നബിമാമ പറഞ്ഞത്? കാനത്ത് അല സിഫത്തിൽ മഅറൂഫ, സ്ഥിരപ്പെട്ട സിഫത്തുകൾ. ഔ ഗൈരിഹ എന്ന് പറഞ്ഞാൽ എന്തു ആയിക്കൂടെ? ആരുടെ രൂപത്തിലും ആയിക്കൂടെ? അത് പറ്റൂല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? ഔ ഗൈരിഹ എന്ന് പറഞ്ഞാൽ അതിൽ സകലമാന രൂപങ്ങളും എന്തൊക്കെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ രൂപങ്ങളൊക്കെ അതിൻ്റെ തഹത്തിൽ വരുമല്ലോ. അതാണല്ലോ ബസീർ സഖാഫിയും പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളുള്ള എല്ലാ പൂർണ്ണതയുടെ വിശേഷങ്ങളുള്ള എല്ലാ ജമാലിയത്തുള്ളവരാണ് വിശേഷണം. ഈ വിശേഷങ്ങളോടുകൂടെ കാണാമെന്ന് പറഞ്ഞു പറ്റൂ. വേറെ അങ്ങനെ ചില സിഫത്തുകൾ ഇല്ലാതെ കണ്ടാലും റസൂലുള്ളയാണ്. പക്ഷേ അങ്ങനെ കണ്ടാൽ അവിടെ ചില വ്യാഖ്യാനങ്ങളുണ്ട്. അത് കണ്ടവരുടെ റസൂലുള്ളാഹി നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഒരു കൈയില്ലാത്തവൻ കണ്ണാടി നോക്കിയാൽ ആ കൈയില്ലാത്ത രൂപത്തിലേ കാണുള്ളൂ. അത് കണ്ണാടിയുടെ കുഴപ്പമില്ലല്ലോ. അത് ആ കണ്ണാടിക്ക് മുമ്പിൽ വന്നതിന്റെ കുഴപ്പമില്ലേ? എന്നതുപോലെ കണ്ടവരിൽ വല്ല വിവരണതയുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിലൂടെ പ്രകടമാകും എന്ന് മഹാന്മാർ പറഞ്ഞു. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാ ഔസഫുകളോടുകൂടെ ആകട്ടെ, അല്ല ചില ഔസഫുകളോടുകൂടെ മാത്രമാകട്ടെ, എങ്ങനെയാണെങ്കിലും. അല്ല, ഈ ഔ ഗൈരിഹ എന്ന് പറഞ്ഞാൽ ചില ഔസാഫുകളോട് കൂടെ നിങ്ങളുടെ ആരെ പഠിപ്പിച്ചത്? എല്ലാ ഔസാഫുകളും അല്ലെങ്കിൽ സിഫത്തിൽ മഅറൂഫ. ഔ ഗൈരിഹ എന്ന് പറഞ്ഞാൽ ചില സിഫത്തുകളോടുകൂടെ നിങ്ങളുടെ ആരാ പറഞ്ഞത്? വിശിഷ്യ ഏത് പ്രവാചകന്റെയും ഏത് വലിയന്റെയും രൂപത്തിൽ മുത്തനബി വരാം എന്നിരിക്കെ, അപ്പോൾ വരുമ്പോൾ മുത്തനബിയുടെ ഒരു വിശേഷണം ഉണ്ടാവില്ലല്ലോ. അമ്പിയാക്കളുടെ രൂപത്തിലാവാം, മറ്റമ്പിയാക്കളുടെ രൂപത്തിലാവാം, മറ്റൗലിയാക്കളുടെ രൂപത്തിലാവാം, അഥവാ മശായിഖന്മാരുടെ രൂപത്തിലാകാം. പിലാക്കൽ ബസീർ അങ്ങനെ പറഞ്ഞിരിക്കെ അവിടെ പിന്നെ എങ്ങനെയാണ് ചില വിശേഷങ്ങൾ ബഅദു സിഫാത്ത് വരുന്നത്? സിഫാത്ത് ഉണ്ടാവില്ലല്ലോ, ഒരു സിഫാത്ത് ഉണ്ടാവില്ലല്ലോ. മറ്റൗലിയാക്കളുടെ സിഫാത്തല്ലേ ഉണ്ടാവുള്ളൂ, റസൂലുള്ളാഹിന്റെ സിഫാത്ത് ഉണ്ടാവും. ഇയാൾ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത് മൗലവിയായ മുസ്ലിയാരെ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ പറഞ്ഞു തീരട്ടെ. ആ പൈശാചിക വാദം അയാളൊന്ന് പറയട്ടെ. തനിച്ച കുഫിരിയൻ വാദമാണിത്. എന്തുകൊണ്ടാ? റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണത്തെ ഇടിച്ചു താഴ്ത്തുന്നു, റസൂലുള്ളാഹിനെ ശത്വമു ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ പ്രത്യേകതയെ എടുത്തു കളയാൻ ശ്രമിക്കുന്നു. കുഫറിലേക്ക് പോകുന്ന വാദാണ്. കാഫറായി പോകും മുസ്ലിയാരെ, മൗലവിയായ മുസ്ലിയാരെ. കണ്ടോ, വേറെ ആളെ കണ്ടതല്ല അത്. എടോ, തന്നേക്കാടി വലിയ കിതാബ് ഓടിച്ചാലല്ലേ പിലാക്കൽ ബസീർ സഖാഫി. അവര് പറയുന്നു വേറൊരാളുടെ രൂപത്തിൽ വരും, അമ്പിയാക്കളുടെ രൂപത്തിൽ വരും, ഔലിയാക്കളുടെ രൂപത്തിൽ വരും. ഇയാള് പറയാ വേറൊരാളുടെ രൂപമല്ല, റസൂലുള്ളാഹിന്റെ രൂപം തന്നെ. അപ്പൊ എന്ത് മനസ്സിലായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഏത് രൂപത്തിൽ മുത്ത് റസൂലുള്ളാഹി വരാം. അയ്യ ഹാലത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രൂപം? അമ്പിയാക്കളുടെ രൂപമാകാം, ഔലിയാക്കളുടെ, അതായത് ഒരു സിഫാത്തും ഇല്ലാതെ, റസൂലുള്ളാഹിന്റെ അറിയപ്പെട്ട ഒരു സിഫാത്തും ഇല്ലാതെയും, അല്ലെങ്കിൽ ബഅദു സിഫാത്തോടു കൂടി എന്ന് പറഞ്ഞല്ലോ, അതല്ലാതെ ഒരു സിഫാത്തില്ലാതെയും മറ്റൊരു പൂർണ്ണ ഷഖ്സായിട്ട്, മറ്റൊരു വലിയായിട്ട്, മറ്റൊരു പ്രവാചകനായിട്ടൊക്കെ
റസൂലുള്ള സ്വപ്നത്തിൽ വരാം എന്നത് ഇവിടെ സ്ഥിരപ്പെട്ടു. അതാണ് അയ്യ ഹാലത്തിൻ. മനസ്സിലായോ? അതാണ് അയ്യ സിഫത്തിൻ. അതാണ് നബിമാൻ പറഞ്ഞത്. എന്താണ്? ഹസ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്സല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അന്ന റുയത്തൻ നാസി ഇയ്യാഹു സ്വഹീഹത്തുൻ. ജനങ്ങളിൽ നിന്ന് ആര് നബിയെ സ്വപ്നം കണ്ടാലും അവിടെ എന്ത് മതി? അവിടെ ഒറ്റ കാര്യം മതി. ഫൽ മഅന മൻ തഅല്ലഖത റുയാഹു ഹത്ത ഇതഖദാ ഫഹിയ റുയാ സ്വഹീഹത്തുൻ. അവരൊരു എഴുത്തിക്കാതെ വന്നാൽ മതി. അങ്ങനെ വന്നാൽ അത് മുത്തുനബിയാണ്. അവിടെ പിന്നെ പിശാചിന് ഒരു റോഡുമില്ല. ആ ബാബ് തന്നെ കുട്ടിയടക്കപ്പെട്ടു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് മുക്തി തേടി ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പന്താവിലേക്ക് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ ഗുരുതരമായൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാനായ കാളിയാദ് തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. എന്ത്? മൻ സബ്ബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ആബഹു ഔ അൽഹഖ ബിഹി നഖ്സം ഫീ നഫ്സിഹി ഔ നസബിഹി ഔ ദീനിഹി ഔ ഖസലത്തൻ മിൻ ഖിസാലിഹി ഔ അർറദ ബിഹി ഔ ശബ്ബഹു ബിശൈഇൻ അലാ ത്വരീഖി സബ്ബി ലഹു ഔ ഇസ്റാഇ അലൈഹി ഔ തസ്ഗീരി ലിശഅനിഹി ഔൽ ഗസ്സി ലഹു ഔൽ ഗസ്സി മിൻഹു വൽ ഐബി ലഹു ഫഹുവ സബുൽ ലഹു. മുത്തുനബിയെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. മുത്തുനബിയുടെ വിശേഷണങ്ങളെ, ഖുസൂസിയത്തിനെ ഇടിച്ചു താഴ്ത്തുന്ന പരിപാടിയാണിത്. അവിടത്തേക്ക് അള്ളാഹു നൽകിയൊരു ഖുസൂസിയത്താണ്. എന്ത്? മുത്തുനബിയുടെ രൂപത്തിൽ പകർനാട്ടം നടത്താൻ പിശാചിന് സാധ്യമല്ല. അത് ഒരാൾ മാറ്റാൻ ശ്രമിച്ചാൽ, അങ്ങനെ അല്ലെന്ന് വരുത്താൻ ശ്രമിച്ചാൽ അവൻ ആരാണ്? അജ്മഅൽ ഉലമാഉ അന്ന ശാത്തിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്റുൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.